എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ മാസം 26-ാം തീയതി ഇന്ന് ലഭിച്ച OTT റിലീസുകളെ കുറിച്ചും ഇനി പുതിയതായി OTT റിലീസ് ആവാൻ പോകുന്നതിനെ കുറിച്ചുമാണ് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ഫസ്റ്റ് ഒരു ഇംഗ്ലീഷ് സർവൈവൽ ഹൊറർ ത്രില്ലർ മൂവിയാണ് ഹംഗ്രി. കുറച്ച് വിനോദസഞ്ചാരികൾ അഡ്വഞ്ചറിനായി അപകടം നിറഞ്ഞ ഒരു ചതുപ്പ് നിലത്തിലൂടെ ബോട്ട് യാത്ര ചെയ്യുകയും ഈ യാത്രക്കിടയിൽ ഇവർ വലിയൊരു ചതുപ്പിൽ വഴിതെറ്റി ഒറ്റപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ഈ ചതുപ്പിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടകാരിയായ ഹിപ്പോപ്പൊട്ടാമസ് ഇവരെ ആക്രമിക്കാൻ ശ്രമിക്കുന്നതും തുടർന്ന് തങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഈ വിനോദസഞ്ചാരികൾ നടത്തുന്ന അതിജീവന പോരാട്ടവുമാണ് സിനിമയുടെ പ്രധാന പ്രമേയം. 1 മണിക്കൂർ 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ആമസോൺ പ്രൈം വീഡിയോസ് ആണ്. ആമസോൺ പ്രൈം വീഡിയോസിലൂടെ റെന്റ് ഓർ ബൈ ഓപ്ഷനിൽ പാൻ ഇന്ത്യൻ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു മലയാള മൂവിയാണ് കറക്കം. ശ്രീനാഥ് ബാസി, ഫെമിന ജോർജ് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. സുഭാഷ് ലളിത സുബ്രഹ്മണ്യൻ സംവിധാനം ചെയ്ത ഒരു മ്യൂസിക്കൽ ഹൊറർ കോമഡി ചിത്രമാണ് കറക്കം. ഒരു ലോഡ്ജിന്റെ പശ്ചാത്തലത്തിലാണ് സിനിമ അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഒരു ന്യൂ ഇയർ പാർട്ടിയിൽ ഉണ്ടാകുന്ന അടിപിടിക്ക് ശേഷം ധനുഷും കാജായും ചേർന്ന് പേടിച്ചോടുന്നത് തൊട്ടടുത്തുള്ള ഒരു പള്ളി സെമിത്തേരിയിലേക്കാണ്. മദ്യലഹരിയിൽ ഇവർ 5 കുരിശുകൾ മണ്ണിൽ നിന്ന് വലിച്ചൂരുന്നു. ഇതുമൂലമുണ്ടാകുന്ന സംഭവവികാസങ്ങളാണ് ഈ സിനിമയുടെ പ്രധാന ഇതിവൃത്തം. സോണി ലിവ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ മാസം ഫസ്റ്റ് വീക്കോടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തത് പ്രശസ്ത ബോളിവുഡ് സംവിധായകൻ രാജ്കുമാർ ഹിറാനി നിർമ്മിച്ച ഒരു പുതിയ സൈബർ ക്രൈം കോമഡി ഡ്രാമ വെബ് സീരീസ് ആണ് പ്രിതം ആൻഡ് പെഡ്രോ. ഗോവയുടെ പശ്ചാത്തലത്തിലാണ് ഈ കഥ നടക്കുന്നത്. തികച്ചും വ്യത്യസ്തരായ 2 പോലീസ് ഉദ്യോഗസ്ഥർ ഒരുമിച്ച് ഒരു കേസ് അന്വേഷിക്കേണ്ടി വരുന്നതാണ് ഈ സീരീസിന്റെ പ്രധാന പ്രമേയം. അവിനാഷ് അരുൺ സംവിധാനം ചെയ്ത ഈ സിനിമയിൽ അർഷാദ് വാർസി, വിക്രാന്ത് മാസി, വീർ ഹിറാനി, ബൊമ്മൻ ഇറാനി, മോന സിംഗ് എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. സഞ്ജയ് ദത്ത് അതിഥിവേഷത്തെത്തുന്ന ഈ സിനിമ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ജൂലൈ 3 മുതൽ ഹിന്ദി, തമിഴ്, തെലുങ്ക്, മലയാളം, മറാത്തി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്ത മലയാള മൂവി മോളിവുഡ് ടൈംസ്. അഭിനവ് സുന്ദർ നായക്കാണ് ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത്. നെസ്ലിൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഈ സിനിമ ഒരു സൈക്കോളജിക്കൽ ഡാർക്ക് കോമഡി ചിത്രമാണ്. ആഷിഖ് ഉസ്മാൻ നിർമ്മിച്ച ഈ സിനിമയിൽ നെസ്ലിനെ കൂടാതെ ഷറഫുദ്ദീൻ, സംഗീത് പ്രതാപ്, റോഷൻ ഷാനവാസ്, ഗോപിക രമേശ്, വിനീത് ശ്രീനിവാസൻ, ബേസിൽ ജോസഫ് എന്നിങ്ങനെ ഒരു വലിയ താരത്തെ തന്നെ ഈ ചിത്രത്തിൽ അണിനിരക്കുന്നുണ്ട്. ഇപ്പോഴത്തെ ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ജൂലൈ മാസം 3-ാം തീയതി മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് പതി പത്നി ഓർ വോദോ. മെയ് മാസം 15 റിലീസ് ചെയ്ത ഈ കോമഡി മൂവിയിൽ ആയുഷ്മാൻ ഖുറാന, വാമിക ഗപ്പി, സാറ അലി ഖാൻ തുടങ്ങിയവരാണ് ഇതിൽ പ്രധാന വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ജൂലൈ മാസം 10-ാം തീയതി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തതൊരു തമിഴ് വെബ് സീരീസ് ആണ് ലിംഗം. കതിർ, ദിവ്യഭാരതി എന്നിവർ പ്രധാന വേഷങ്ങളെത്തുന്ന ഒരു ഗ്യാങ്സ്റ്റർ ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ് ലിംഗം. കന്യാകുമാരിയിലുള്ള ഒരു യഥാർത്ഥ ഗ്യാങ്സ്റ്ററുടെ ജീവിതകഥയെ ആസ്പദമാക്കിയാണ് ഈ സീരീസ് അണിച്ചൊരുക്കിയിരിക്കുന്നത്. ലക്ഷ്മി ശരവണകുമാർ എഴുതി സംവിധാനം ചെയ്ത ഈ സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് മഞ്ഞുമൽ ബോയ്സ് എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിന് ശേഷം ചിദംബരം സംവിധാനം ചെയ്ത ബാലൻ ദി ബോയ് എന്ന ചിത്രത്തെക്കുറിച്ചുള്ള അപ്ഡേഷനാണ്. ആവേശം, രോമാഞ്ചം എന്നീ ചിത്രങ്ങളുടെ സംവിധായകനായ ജിത്തു മാധവനാണ് ഈ ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത്. ഈ സൈക്കോളജിക്കൽ ത്രില്ലർ ചിത്രം ഒരു അമ്മയും മകനും തമ്മിലുള്ള വൈകാരിക ബന്ധത്തിന്റെ പശ്ചാത്തലത്തിലാണ് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് C5ഉം സാറ്റലൈറ്റ് റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് C കേരളവുമാണ്. ഓഗസ്റ്റ് മാസം പകുതിയോടെയാണ് ഈ മൂവിയുടെ OTT റിലീസ് പ്രതീക്ഷിക്കുന്നത്. അടുത്തതൊരു ഇംഗ്ലീഷ് മൂവിയാണ് ദി ഡെവിൾസ് വെയേഴ്സ് പ്രാഡ 2. പ്രശസ്തമായ ദ ഡെവിൾസ് വെയേഴ്സ് പ്രാഡ എന്ന സിനിമയുടെ 2ാം ഭാഗമാണ് ഈ സിനിമ. ആദ്യ ചിത്രത്തിന്റെ വിജയത്തിന് ശേഷം പ്രശസ്തരായ അഭിനേതാക്കളായ മെറിൽ സ്ട്രീപ്സ്, ആൻ ഹാത്വേ എന്നിവരാണ് ഇതിൽ പ്രധാന വേഷങ്ങളെത്തുന്നത്. ജൂലൈ മാസം 29 മുതൽ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം വെബ് സീരീസ് ആണ് മുത്തശ്ശി. പുരാതനമായ ആചാരങ്ങളും ശാപങ്ങളും നിറഞ്ഞ ഈ ഗ്രാമത്തിൽ അമാനുഷിക ശക്തികളുടെ പിടിയിലാകപ്പെടുന്ന മകനെ രക്ഷിക്കാനുള്ള ഒരു അമ്മയുടെ പോരാട്ടമാണ് ഈ സീരീസിന്റെ പ്രധാന ഇതിവൃത്തം. ഈ മലയാളം ഒറിജിനൽ ഹൊറർ മിസ്റ്ററി വെബ് സീരീസ് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ ജൂൺ 26-ാം തീയതി റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നെങ്കിലും ആ ഡേറ്റ് ചേഞ്ച് ചെയ്തിരിക്കുകയാണ്. പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ജൂലൈ മാസം 3-ാം തീയതിയാണ് ഈ സീരീസ് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുക. അടുത്തത് ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ റിലീസ് ചെയ്യാൻ പോകുന്ന ഒരു വെബ് സീരീസ് ആണ് ലാൻഡ് ഓഫ് ഫുട്ബോൾ. കേരളത്തിലെ ഓരോ തെരുവുകളും അർജന്റീന, ബ്രസീൽ, പോർച്ചുഗൽ തുടങ്ങിയ ടീമുകൾക്കായി എങ്ങനെ മറ്റൊരു രാജ്യമായി മാറുന്നു എന്ന് ഇതിലൂടെ വ്യക്തമാക്കുന്നു. കേരളത്തിലെ ഫുട്ബോൾ ആരാധന തലമുറകളായി പകർന്നു കിട്ടുന്ന ഒരു ആശയമാണെന്നാണ് ഈ സീരീസ് പങ്കുവയ്ക്കുന്നത്. ഈ സീരീസിന്റെ കമ്മിങ് സൂൺ പോസ്റ്റർ ജിയോ ഹോട്ട്സ്റ്റാർ പുറത്തുവിട്ടിട്ടുണ്ട്. അടുത്ത് തന്നെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. അടുത്തൊരു ഹിന്ദി മൂവിയാണ് മേം വാപ്പസ് ആവൂങ്ക. ഇംതിയാസ് അലി സംവിധാനം ചെയ്ത് നസറുദ്ദീൻ ഷാ, ദിൽജിത്ത് ദോസഞ്ച്, ഷർവാരി എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു ഇമോഷണൽ റൊമാൻറ്റിക് ചിത്രമാണ് മേം വാപ്പസ് ആവൂങ്ക. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനത്തിന്റെ പശ്ചാത്തലത്തിൽ ഓർമ്മകളും നഷ്ടപ്രണയവും പ്രമേയമാക്കി ഒരു വൈകാരികമായ ഡ്രാമ ചിത്രമാണിത്. ഹൃദയസ്പർശിയായ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊരു മികച്ച അനുഭവമായിരിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. ഓഗസ്റ്റ് മാസം 7-ന് OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള അൺഒഫീഷ്യൽ റിപ്പോർട്ടുകളുണ്ട്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് റിവോൾവർ റിംഗോ. സിനിമ നിർമ്മിക്കാൻ ഇറങ്ങിത്തിരിച്ച് 4 കുട്ടികളുടെ കഥയാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. വിഷ്ണു ഉണ്ണികൃഷ്ണൻ ദേശീയ അവാർഡ് ജേതാവ്
യാദവ്, ശ്രീപത് യാൻ എന്നിവർ പ്രധാന വേഷങ്ങളെത്തുന്ന ഒരു ഫീൽ ഗുഡ് ഫാമിലി എന്റർടൈനറാണ് റിവോൾവർ ഇൻകോ. കിരൺ നാരായണൻ സംവിധാനം ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത് സൺ നെക്സ്റ്റ് ആണ്. സൺ നെക്സ്റ്റിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് നെറ്റ്ഫ്ലിക്സിലൂടെ ഡയറക്റ്റ് OTT റിലീസ് ചെയ്യുന്ന ഒരു മൂവിയാണ് ദ ലാസ്റ്റ് ഹൗസ്. ഒരു ഹൊറർ സയൻസ് ഫിക്ഷൻ ത്രില്ലർ ചിത്രമായ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ലൂയിസ് ലെറ്ററിയർ ആണ്. ഒരു കുടുംബം ഒരു ദിവസം രാവിലെ ഉണരുമ്പോൾ തങ്ങളുടെ വീടിന്റെ വാതിലുകളും ജനലുകളും പൂർണ്ണമായി അടഞ്ഞു പോയതായി കാണുകയും ഒരു അത്ഭുത ശക്തിയാണ് അവരെ വീടിനുള്ളിൽ പൂട്ടിയിട്ടിരിക്കുന്നതെന്നും വാതിലുകളും ജനലുകളും അവർക്ക് തകർക്കാൻ പറ്റാത്ത രീതിയിലാണ് തങ്ങളുടെ വീടിന് മാത്രമല്ല ലോകം മുഴുവൻ സംഭവിച്ചൊരു ആഗോള പ്രതിസന്ധിയാണെന്ന് അവർ തിരിച്ചറിയുകയും ഇതിനോടനുബന്ധിച്ചുണ്ടാകുന്ന സംഭവവികാസങ്ങളുമാണ് ഈ സിനിമയുടെ പ്രധാന പ്രമേയം. ഓഗസ്റ്റ് മാസം 7 മുതൽ ഈ മൂവി നെറ്റ്ഫ്ലിക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും.